അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മദ്ഹബ് എന്നുള്ളത്. പരിശുദ്ധമാക്കപ്പെടുന്ന ദീനിൽ ഈ മദ്ഹബ് എന്നുള്ള ഒരു സംവിധാനം എപ്പോഴാണ് ഉണ്ടായത്? സ്വഹാബികൾ, അതുപോലെ തന്നെ താബീങ്ങൾ, അവരുടെ കാലഘട്ടത്തിൽ തന്നെ ധാരാളം മുജ്തഹിദീങ്ങൾ ഉണ്ടായിരുന്നു. അക്കാലത്തെ ജനങ്ങളെല്ലാം അവരുടെ ദേശത്തെ മുജ്തഹിദുകളെ പിന്തുടർന്ന് ജീവിക്കുകയാണ് ചെയ്തത്. അവര് മസ്ഹബുകളെ ക്രോഡീകരിച്ചതായി കാണാൻ കഴിയുകയില്ല. അതേ സമയത്ത് ആ കാലഘട്ടങ്ങളിൽ രചനകൾ ഉണ്ടായിരുന്നുമില്ല. എന്നാൽ തബഅ താബീങ്ങളുടെ കാലഘട്ടങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ രചനകൾ ഉണ്ടായത്. ആ രചനകൾ ഉണ്ടായതായ സമയത്താണ് മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെടുന്നത്. മദ്ഹബിൽ ഉൾപ്പെട്ടതായ വിഷയങ്ങളാണ് ഇബാദത്ത്, ആരാധന, മുആമലാത്ത്, വ്യാവഹാരം, മുനാഖഹാത്ത്, വൈവാഹികം, ജിനായാത്ത്, ശിക്ഷാവിധികൾ എന്നിങ്ങനെയുള്ളതായ പ്രത്യേകമായ പാർട്ടുകൾ ആ മസ്ഹബിൽ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മൊത്തത്തിൽ 4 മസ്ഹബുകൾ ഉണ്ടെങ്കിലും 4 മസ്ഹബുകളിൽ നിന്നുള്ള ഒരു മസ്ഹബ് സ്വീകരിക്കുക, അംഗീകരിക്കുക, അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ആ മസ്ഹബ് പറയുന്ന ഷർത്തുകളും ഫർളുകളും അനുസരിച്ചു കൊണ്ടായിരിക്കണം തഖ്ലീദ് ചെയ്യേണ്ടത്. അങ്ങനെ അനുസരിക്കുന്നതിനേക്കാണ് തഖ്ലീദ് എന്നും പറയാം. ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷമുള്ള എല്ലാ ആളുകളും 4 മസ്ഹബിൽപ്പെട്ട ഒരു മസ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് ജീവിച്ചു പോരുന്നത്. ഈ 4 മസ്ഹബിൽപ്പെട്ട ഏതെങ്കിലും ഒരു മസ്ഹബ് സ്വീകരിക്കാത്ത മനുഷ്യൻ അദ്ദേഹം വഴി പിഴച്ചവരാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിൽ വഴിക്കേടി ഏകോപിക്കുകയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുസ്ലിങ്ങൾ നന്മയായി കാണുന്നത് അല്ലാഹു തആലയുടെ പക്കൽ നന്മയാണ്. മുസ്ലിങ്ങൾ മോശമായി കാണുന്നത് അല്ലാഹു തആലയുടെ അടുക്കൽ മോശമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിലേക്ക് നമ്മളെ കൊണ്ട് നന്മകൾ ചെയ്യാൻ കഴിയും. സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്നതായ മോശമായ കാര്യം അത് അല്ലാഹു തആലയുടെ അടുക്കലും മോശമാണ്. അതുകൊണ്ട് തന്നെ ഈ മദ്ഹബ് എന്നുള്ളത് പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രചോദനം നൽകുന്ന എല്ലാവിധത്തിലും നമ്മൾക്ക് അല്ലാഹുമായുള്ളതായ ബന്ധം നിലനിർത്തുന്നതിന്റെ പ്രധാന അടിത്തറയാണ് മദ്ഹബ് എന്നത്. അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ആരാധനാ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.